വെൽക്കം ടു ദിശ അക്കാഡമി. ഹായ് എവരി വൺ, എൻ്റെ പേര് അതുൽ രാജാണ്. എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, നമുക്കറിയാം ഈ വർഷം നല്ല രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട എക്സാമാണ് NTPC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ NTPC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതുമാണ്. അതുപോലെ തന്നെ ഒരുപാട് വേക്കൻസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിശ അക്കാഡമി നിങ്ങളുടെ മുമ്പിലാകെ ഒരു NTPC എക്സ്പ്രസ് എന്ന രീതിയിൽ ഒരു പ്രോഗ്രാം, ഒരു ഫ്രീ യൂട്യൂബ് ലൈവ് ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ NTPC ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഇത് വളരെ ഉപകാരമായിരിക്കും. അതുകൊണ്ട് ഇത് അവരെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ടാണ്. ഓക്കെ, നമ്മൾ ഇന്ന് പൊളിറ്റിയിൽ എടുക്കാൻ പോകുന്നത് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്ന പാഠഭാഗമായിരിക്കും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ പൊളിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ള് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ബേസ് എന്ന രീതിയിൽ ഒരു മേക്കിംഗ് ഓഫ് ദ എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി രൂപീകരിച്ചത് എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അതിനായിട്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് സ്ലൈഡിൽ കാണിക്കും. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി പാർട്ട് നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ വാസ് ഹെഡഡ് ബൈ ഓപ്ഷൻ എ സ്റ്റാഫോർഡ് ക്രിപ്സ്, ഓപ്ഷൻ ബി A.V. അലക്സാണ്ടർ, ഓപ്ഷൻ സി ലോർഡ് പെത്തിക് ലോറൻസ്, ഓപ്ഷൻ ഡി ഹ്യൂഗ് ഗേറ്റ്സ്കൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്യാബിനറ്റ് മിഷൻ ആരാണ് ഹെഡ് ചെയ്തതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ആൻസർ എത്തുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ക്യാബിനറ്റ് മിഷൻ നമ്മൾ അറിയണം. ഓക്കെ, എന്താണ് ക്യാബിനറ്റ് മിഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വിട്ടത്? അപ്പോൾ അത് പറയണമെങ്കിൽ അതിന് മുമ്പ് ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഒരു വേൾഡ് വാർ നടന്നിട്ടുണ്ട്. 2 വേൾഡ് വാർ നടന്നു. ഫസ്റ്റ് വേൾഡ് വാർ നടന്നു, സെക്കൻഡ് വേൾഡ് വാർ നടന്നു. നമ്മൾ ഒരുപാട് പഴയതിലോട്ട് പോകുന്നില്ല, നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത് 1939 മുതൽ 1945 വരെയാണ്. ഓക്കെ ആണോ? സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത് 1939 മുതൽ 1945 വരെയാണ്. 2 പവേഴ്സ് തമ്മിലായിരുന്നു യുദ്ധം നടന്നിരുന്നത്. ആരൊക്കെയാ? ആക്സിസ് പവേഴ്സും അതുപോലെ തന്നെ അലൈഡ് പവേഴ്സും തമ്മിലാണ് യുദ്ധം നടന്നിരുന്നത്. ഓക്കെ, ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. ഇനി ഏതൊക്കെ രാജ്യമാണ് ആക്സിസ് പവേഴ്സ്, ഏതൊക്കെ രാജ്യമാണ് അലൈഡ് പവേഴ്സ് എന്നും കൂടി അറിഞ്ഞിരിക്കുക. ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. ജർമ്മനി, ജപ്പാൻ, ഇറ്റലിയാണ് ഏതിൽ വരുന്നത്? ആക്സിസ് പവേഴ്സിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ അലൈഡ് പവേഴ്സിനകത്ത് വരുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, US എക്സെട്ര. അങ്ങനെ ഈ 2 പക്ഷക്കാരാണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ നടക്കാൻ 1939 മുതൽ 1945 വരെ എന്ന് പറഞ്ഞു. നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ 2 നല്ല ശക്തരായ നേതാക്കളാണ്. ഹിറ്റ്ലറും മുസോളിനിയും. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. അവർ കാരണം ഉണ്ടാകുന്ന യുദ്ധമാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ തോറ്റതിൻ്റെ ക്ഷീണം നല്ല രീതിയിൽ സെക്കൻഡ് വേൾഡ് വാർ അവരുടെ നേതൃത്വത്തിൽ ആര് തീർക്കുന്നുണ്ട്? ആക്സിസ് പവേഴ്സ് അലൈഡ് പവേഴ്സിൻ്റെ മേളിൽ തീർക്കുന്നുണ്ട്. അതായത് അലൈഡ് പവേഴ്സിനകത്ത് ആദ്യം റഷ്യയും US കടന്നു വന്നിട്ടില്ല. റഷ്യയും US പകുതിക്ക് കഴിഞ്ഞിട്ടാണ് കടന്നു വരുന്നത്. അതിന് മുൻപ് വരെ റഷ്യയും US കടന്നു വന്നിട്ടില്ല. അപ്പം നല്ല രീതിയിൽ ആക്സിസ് പവേഴ്സ് അലൈഡ് പവേഴ്സിനെ നല്ല രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട്. അതേസമയം ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലെ മിക്ക പ്രദേശവും ജർമ്മനിയും ജപ്പാനും കൂടി പിടിച്ചെടുക്കുന്നുണ്ട്. ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും കൂടി അലൈഡ് പവേഴ്സിലെ മിക്ക പ്രദേശവും പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു US റഷ്യയും തുടക്ക സമയത്ത് സെക്കൻഡ് വേൾഡ് വാറിൽ കടന്നിട്ടില്ല. അപ്പോൾ US റഷ്യയും മനസ്സുകൊണ്ട് അലൈഡ് പവേഴ്സിൻ്റെ കൂടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ ബ്രിട്ടനെ നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ബ്രിട്ടനെ നല്ല രീതിയിൽ ആര് പ്രഷറൈസ് ചെയ്യുന്നു? US റഷ്യയും നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വാങ്ങിയാൽ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സെക്കൻഡ് വേൾഡ് വാറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സെക്കൻഡ് വേൾഡ് വാറിനെ സപ്പോർട്ട് ഇല്ല. അതിന് പല കാരണങ്ങളുണ്ട്, നമുക്കറിയാം. അതിനുശേഷം ഫസ്റ്റ് വേൾഡ് വാർ സപ്പോർട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് വേൾഡ് വാർ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ഒരു കോളനിയാണ്. അപ്പോൾ ബ്രിട്ടൻ്റെ ആർമിയിൽ കൂടുതൽ പേരും ഇന്ത്യൻ പട്ടാളക്കാരാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് വേൾഡ് വാറിൽ ഇവർ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ്റെ അംഗബലം നല്ല രീതിയിൽ കുറഞ്ഞു. അത് നല്ല രീതിയിൽ അവർ ആ യുദ്ധത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ നമുക്കറിയാം 1929 ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു പാസ്സാക്കുന്നത്? പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. അത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലാതെ വേറൊരു കോംപ്രമൈസിനും ആര് തയ്യാറാവില്ല? ഇന്ത്യക്കാർ തയ്യാറാവത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് വേൾഡ് വാർ വരുന്നത്. അപ്പം ഇന്ത്യക്കാർ എന്തായാലും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ബ്രിട്ടനെ ഒരു രീതിയിലും ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ US റഷ്യയും നല്ല രീതിയിൽ ബ്രിട്ടൻ്റെ മേലെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടൻ ഇന്ത്യയുടെ മുമ്പിലാകെ ഒരു ഓഫറായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതാണ്
ഓഗസ്റ്റ് ഓഫർ. അതാണ് ഓഗസ്റ്റ് ഓഫർ 1940. ഓഗസ്റ്റ് ഓഫർ 1940 എന്ന് പറയുന്നത്. ഓക്കെ, ഓഗസ്റ്റ് ഓഫർ 1940 ഇന്ത്യക്കാരുടെ മുമ്പാകെ ആര് പ്രസന്റ് ചെയ്യുന്നുണ്ട്? ബ്രിട്ടൻ പ്രസന്റ് ചെയ്യുന്നു. ഇനി എന്താണ് ഓഗസ്റ്റ് ഓഫർ 1940 പറയുന്നത്? ഓഗസ്റ്റ് ഓഫർ 1940 പറയുന്നത് ഒന്നാമത്തെ കാര്യം ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മെജോറിറ്റി ആൾക്കാർ അല്ലെങ്കിൽ മെയിൻലി മോസ്റ്റ്ലി ഇന്ത്യൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മെയിൻലി ഇന്ത്യൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. മൂന്നാമത് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാം. അതായത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാമെന്ന് ഏതിനകത്താണ് പറയുന്നത്? ആദ്യമായിട്ട് ഓഗസ്റ്റ് ഓഫറിലാണ് പറയുന്നത്. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാമെന്നും അതിനായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാമെന്നും ഓഗസ്റ്റ് ഓഫറിൽ പറയുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഓഗസ്റ്റ് ഓഫറിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മെയിൻലി ആരായിരിക്കും എന്ന് പറഞ്ഞു? ഇന്ത്യൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. മെയിൻലി ഇന്ത്യൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് ഓഫറാണ് ഇന്ത്യയുടെ മുമ്പിലേക്ക്, അതായത് ഇന്ത്യയുടെ സപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യയുടെ സപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ മുമ്പാകെ ആദ്യം കൊണ്ടുവരുന്ന ഒരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ 1940 എന്ന് പറയുന്നത്. ആ ഓഫറിൽ പറയുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കൊരു ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്നും, രണ്ടാമത്തെ കാര്യം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ കൂടുതൽ ആൾക്കാരും ഇന്ത്യൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാമെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാമെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്തായിരിക്കും? കൂടുതൽ ആൾക്കാരും ഇന്ത്യൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഡൊമിനിയൻ സ്റ്റാറ്റസ്? നമുക്ക് ആദ്യത്തേക്ക് ഇത് ഇപ്പോൾ ഓഗസ്റ്റ് ഓഫർ 1940 പറഞ്ഞു. ഇപ്പോൾ ഓഗസ്റ്റ് ഓഫർ 1940 ചുരുക്കത്തിൽ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ? അതാണ് നമുക്കറിയേണ്ടത്. ഇന്ത്യൻസ് ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്തു. ഇന്ത്യൻസ് ഓഗസ്റ്റ് ഓഫർ 1940 റിജക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാകാൻ റിജക്റ്റ് ചെയ്യുക? എന്താണ് ഫസ്റ്റ് ഓഫർ? നമുക്ക് നോക്കാം. ഡൊമിനിയൻ സ്റ്റാറ്റസ്. എന്താണ് ഡൊമിനിയൻ സ്റ്റാറ്റസ്? പുത്രിക രാജ്യ പദവി എന്ന് പറയും. ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഗവൺമെന്റ്, സെൽഫ് ഗവൺമെന്റ് എന്നൊക്കെ പറയാം. അതായത് ബ്രിട്ടീഷ് ഭരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഒക്കെ നിങ്ങൾക്ക് കൈമാറാം എന്നുള്ള രീതിയിലായി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോർട്ട്ഫോളിയോസ് ആണ്, ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രിട്ടീഷിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പോർട്ട്ഫോളിയോസ് ഒക്കെ നിങ്ങൾക്ക് കൈമാറാം. അതായത് ഞങ്ങൾ ഭരിക്കും, നിങ്ങൾക്ക് എന്ത് തരാം? റെപ്രസെൻറ്റേഷൻ തരാം എന്നുള്ള രീതിയിലാണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആരുടെ ഹോം കൺട്രി ആയിട്ട്, നമ്മൾ ആരുടെ കീഴിൽ നിൽക്കണം? ബ്രിട്ടൻ്റെ കീഴിൽ നിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം എന്താണ്? നമ്മൾ 1929 ലാഹോർ സെഷനിൽ ജവഹർലാൽ നെഹ്റു എന്ത് റെസൊല്യൂഷൻ പാസ് ചെയ്തു? അന്ന് INC സെഷൻ എന്ത് സെഷനെ പാസ്സാക്കിയേ? എന്ത് റെസൊല്യൂഷൻ പാസ് ചെയ്തു? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്തു. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊരു കോംപ്രമൈസിന് ഇന്ത്യ തയ്യാറാവത്തില്ല. ക്ലിയർ ആയല്ലോ? അപ്പം എന്തായാലും ഫസ്റ്റ് ഓഫർ അംഗീകരിക്കുക. അപ്പം കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണല്ലോ വരുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വേണ്ട, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വേണ്ട, ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യക്ക് അറിയാം എന്നുള്ള രീതിയിലാണ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ വരുമോ? ഇപ്പം ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ബ്രിട്ടീഷിൻ്റെ കീഴിലാണെന്നല്ലേ പറയുന്നത്. അപ്പം അത് അംഗീകരിക്കുമോ? അത് അംഗീകരിക്കത്തില്ല. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഓഫർ അംഗീകരിച്ചില്ല, ഡൊമിനിയൻ സ്റ്റാറ്റസ് അംഗീകരിച്ചില്ല. രണ്ടാമത്തെ പറയുന്നത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടുതൽ ആൾക്കാരും എന്തായിരിക്കും എന്ന് പറഞ്ഞു? ഇന്ത്യൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വേറെ ബാക്കിയുള്ളവർ എന്താ? ബ്രിട്ടൻ ആയിരിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് സമ്മതിക്കുമോ? കാരണം നമ്മൾ പറഞ്ഞു എന്താ? പൂർണ്ണ സ്വരാജിൻ്റെ റെസൊല്യൂഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? അതും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് എന്താണ്? ഫുൾ ഇന്ത്യൻസ് ആണ് വേണ്ടത്. അത് ഇവിടെ ബ്രിട്ടൻ വേണ്ടെന്ന്, ബ്രിട്ടൻ്റെ ഇൻഫ്ലുവൻസ് വേണ്ട എന്നുള്ള രീതിയാണ് ഇന്ത്യ. അതിനപ്പുറത്ത് ഒരു കോംപ്രമൈസിന് ഇന്ത്യ തയ്യാറാവത്തില്ല. ഇവിടെ എന്താ പറഞ്ഞത്? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടുതൽ പേര് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താം. അതിൻ്റെ അർത്ഥം അവിടെയും ബ്രിട്ടീഷുകാർ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ അതും സമ്മതിക്കത്തില്ല. ഇനി മൂന്നാമത് നോക്കിയേ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ. നമ്മളല്ലേ എത്രയാ നാളെ ആഗ്രഹിച്ച കാര്യമല്ലേ? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാമെന്നും അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാമെന്നും പറഞ്ഞു അല്ലേ? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാമെന്നും അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാമെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്തായിരിക്കും എന്ന് പറഞ്ഞു? മെയിൻലി ഇന്ത്യൻസ് ആയിരിക്കുമെന്നു. ഇത് അക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ ഈ ഒരു ഓഫർ? ഇതും എന്ത് ചെയ്തു? ഇന്ത്യൻസ് റിജക്റ്റ് ചെയ്തു. കാരണം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവർ പറഞ്ഞത് എന്താണ്? കൂടുതൽ ആൾക്കാരും ഇന്ത്യൻസ് എന്നാണ് പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവർ പറഞ്ഞത് കൂടുതൽ ആൾക്കാരും ഇന്ത്യൻസ് ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവിടെ ആരുണ്ട്? ബ്രിട്ടീഷിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് ഓഗസ്റ്റ് ഓഫർ 1940 ഇന്ത്യ മൊത്തമാകെ റിജക്റ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓഗസ്റ്റ് ഓഫറിലാണ് ആദ്യമായിട്ട് എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിങ്ങൾക്ക് രൂപീകരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അതിനുവേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാമെന്ന് ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? ഓഗസ്റ്റ് ഓഫറിലാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ മുമ്പാകെ വെക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് ഇതിനുശേഷം വീണ്ടും യുദ്ധം നടക്കുന്നുണ്ട് അല്ലേ? ഇതിനുശേഷം 1945 വരെ യുദ്ധം നടക്കുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും യുദ്ധം നടന്ന് എന്താ? വീണ്ടും ബ്രിട്ടൻ്റെ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. പിടിച്ചെടുത്ത് വീണ്ടും ബ്രിട്ടന് നല്ല രീതിയിൽ US റഷ്യയും കൂടി പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്? ബ്രിട്ടൻ ഇന്ത്യയുടെ മുമ്പിലെ ഒരാളെ പറഞ്ഞു വിടുന്നുണ്ട്. അതാണ് ആര്? സ്റ്റാഫോർഡ്
സ്റ്റാഫോർഡ് ക്രിപ്സ്. പുള്ളിക്കാരൻ ഇന്ത്യയിൽ വന്ന് സ്ഥിതിഗതികളൊക്കെ പഠിച്ച് പുള്ളിക്കാരൻ ഇന്ത്യക്കാരുടെ മുമ്പാകെ ഒരു മിഷൻ കൊണ്ടായിട്ടാണ് വരുന്നത്. എന്താ പറയുന്നത്? ക്രിപ്സ് മിഷൻ 1942. ക്രിപ്സ് മിഷൻ 1942. ഇനി ക്രിപ്സ് മിഷൻ 1942 എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താ, ആദ്യം ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നത് എന്താണ്? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഫുൾ ഇന്ത്യൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എന്ത് പറയുന്നുണ്ട്? നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാം, അതിനായിട്ടൊരു അസംബ്ലി ഫോം ചെയ്യാമെന്നും പറയുന്നുണ്ട്. ഈ അസംബ്ലിയിൽ എന്താ പറയുന്നത്? പാർട്ട്ലി ഇൻഡയറക്ട്ലി elected from the province, ബാക്കി partly nominated from the princely state. ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക? ക്രിപ്സ് മിഷൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എല്ലാ ആൾക്കാരെയും ഇന്ത്യൻസ് ആയിട്ട് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. മൂന്നാമെന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാമെന്നും അതിനായിട്ടൊരു അസംബ്ലി രൂപീകരിക്കാമെന്നും ആ അസംബ്ലിയിൽ പകുതി പേര് എന്താണ്? ഇൻഡയറക്ട്ലി എലക്റ്റഡ് ഫ്രം ദ പ്രൊവിൻസ്. അതിനകത്ത് പകുതി പേരെന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി എലക്റ്റഡ് ഫ്രം ദി പ്രൊവിൻസ് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? പാർട്ട്ലി നോമിനേറ്റഡ് ഫ്രം ദി പ്രിൻസിലി സ്റ്റേറ്റ്. അതായത് പകുതി പേര് പ്രൊവിൻസിൽ നിന്ന് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴി ഉൾപ്പെടുത്താമെന്നും ബാക്കി പകുതി പേരെ പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്ന് നോമിനേഷൻ വഴി ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യക്കാർ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ക്രിപ്സ് മിഷൻ എന്ത് ചെയ്തു? അംഗീകരിച്ചില്ല. ഇന്ത്യൻസ് റിജക്റ്റ് ചെയ്തു. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും എന്താ? ഒന്നാമത്തെ കാര്യം ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്തായാലും അവരെന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു 1929 ലാഹോർ സെഷൻ്റെ കാര്യം, പൂർണ്ണ സ്വരാജ് എന്നല്ലാതെ വേറെ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പോൾ ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം വൈസ്രോഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഫുൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞു. ഇതും എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. കാരണം എന്താണ്? അവിടെ ഫുൾ ഇന്ത്യൻസ് ആയാലും അവിടെ മേൽനോട്ടക്കാരനായിട്ട് ആരാ നിൽക്കുന്നത്? വൈസ്രോ ആണ് നിൽക്കുന്നത് അല്ലേ? മേൽനോട്ടക്കാരനായിട്ട് വൈസ്രോ ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതും എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കാമെന്നും ആ അസംബ്ലിക്ക് എന്താണ്? പകുതി പേര് പ്രൊവിൻസിൽ നിന്ന് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയും ബാക്കി പകുതി പേര് പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്ന് നോമിനേഷൻ വഴി കയറാമെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതും അവർ റിജക്റ്റ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്? നോമിനേഷൻ ചെയ്യുന്നത് അതായത് പകുതിയല്ലേ, പകുതിയാണ്. പ്രിൻസിലി സ്റ്റേറ്റ്സ് എപ്പോഴും ബ്രിട്ടീഷുകാരോട് കുറച്ച് ചായ്വുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷിന് ഇൻഫ്ലുവൻസ് അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻസ് അത് മുൻകണ്ടുകൊണ്ട് ആ ഓഫർ അവർ റിജക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിപ്സ് മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്കാരെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധം നടക്കുന്നപ്പോൾ പിന്നെയാണ് US-ഉം റഷ്യയും ഇറങ്ങി വരുന്നത്. സെക്കൻഡ് വേൾഡ് വാർക്ക് US-ഉം റഷ്യയും ഇറങ്ങി വരുന്നത്. അങ്ങനെ US-നും റഷ്യൻ്റെയും പവർ കൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാർ വിജയിക്കുന്നത്. ഓക്കെ, അപ്പോൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ സ്ഥിതിഗതികളെല്ലാം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇവിടെ നാഷണൽ മൂവ്മെൻറ്റ് അറ്റ് ഹൈ പീക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷിന് വേറെ നിവൃത്തിയില്ല. അങ്ങനെ ബ്രിട്ടീഷുകാരാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്കാരുടെ മുന്നിലാകെ ആരെ വിടുന്നു? ക്യാബിനറ്റ് മിഷനെ വിടുന്നുണ്ട്. 1946 ക്യാബിനറ്റ് മിഷൻ 1946 വിടുന്നു. ഓക്കെ, ഇനി ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ? ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ലോർഡ് പെത്തിക് ലോറൻസ്. രണ്ടാമത്തെ ആള് AV അലക്സാണ്ടർ. മൂന്നാമത്തെ ആള് സ്റ്റാഫോർഡ് ക്രിപ്സ്. ലോർഡ് പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ഈ മിഷന്റെ ചെയർമാൻ ആയിട്ടിരുന്നത് ആരാണ്? ലോർഡ് പെത്തിക് ലോറൻസ് ആണ് ഈ മിഷന്റെ ചെയർമാൻ ആയിട്ടിരുന്നത്. ക്ലിയർ ആയല്ലോ? ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആയിട്ടിരുന്നത് ലോർഡ് പെത്തിക് ലോറൻസ് ആണ്. ഇനി ലോർഡ് പെത്തിക് ലോറൻസ് അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. ആര്? ലോർഡ് പെത്തിക് ലോറൻസ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് ട്രേഡ്. ബ്രിട്ടനിലെ പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് ട്രേഡിലെ പ്രസിഡന്റ് ആയിരുന്നു ആര്? സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്നത്. AV അലക്സാണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അവിടുത്തെ നേവിയുടെ അഡ്മിറൽ ആയിരുന്നു. ലോർഡ് അഡ്മിറൽ ഓഫ് നേവി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്യാബിനറ്റ് മിഷൻ വരുന്നത് ഇന്ത്യയിലേക്ക് വരുന്നത് 1946 ലോർഡ് പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ലോർഡ് പെത്തിക് ലോറൻസ് ആയിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും കൂടിയായിരുന്നു. AV അലക്സാണ്ടർ എന്ന് പറയുന്നത് അടുത്ത മെമ്പറാണ്. പുള്ളിക്കാരൻ ലോർഡ് അഡ്മിറൽ ഓഫ് ദ നേവി ആയിരുന്നു. അതുപോലെ തന്നെ പ്രസിഡന്റ് ഓഫ് ബോർഡ് ഓഫ് ട്രേഡ് ആയിട്ടിരുന്ന സ്റ്റാഫോർഡ് ക്രിപ്സ്. അങ്ങനെ 3 അംഗങ്ങളായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഉണ്ടായിരുന്നത്.
ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക. ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ വാസ് ഹെഡഡ് ബൈ എന്നാണ് അല്ലെ, ആരാണ് നേതൃത്വം നൽകിയതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ആരാണ് നേതൃത്വം. നമ്മൾ പറഞ്ഞു ചെയർമാൻ ആരാ, ലോർഡ് പെത്തിക് ലോറൻസ് ആണ്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ക്ലിയർ ആയോ? ഓപ്ഷൻ സി ആണ്, ലോർഡ് പെത്തിക് ലോറൻസ് ആണ് എന്ത് പറയുന്നത്, ഈ ക്യാബിനറ്റ് മിഷൻ ഹെഡ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാം ക്യാബിനറ്റ് മിഷനിലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്. ക്യാബിനറ്റ് മിഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്യാബിനറ്റ് മിഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാബിനറ്റ് മിഷനിൽ പറഞ്ഞത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു 1940 ഓഗസ്റ്റ് ഓഫറും അതുപോലെ തന്നെ 1942 ക്രിപ്സ് മിഷനും റിജക്ട് ചെയ്തു ഇന്ത്യ. പക്ഷേ ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ എന്താ? ക്യാബിനറ്റ് മിഷനിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കാമെന്ന് പറഞ്ഞു. അതിനകത്ത് മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്യാന്ന് പറഞ്ഞു? ഇൻഡയറക്ട്ലി എലക്റ്റഡ് ഫ്രോം പ്രൊവിൻസ്. ഇവിടെ ബാക്കിയുള്ളവരെ നോമിനേറ്റഡ് ഫ്രോം പ്രിൻസ്ലി സ്റ്റേറ്റ്. ക്ലിയർ ആലോ? ഇതേ നോം തന്നെയാണ് എവിടെയും വെച്ചിരുന്നത്, ക്രിപ്സ് മിഷനും വെച്ചിരുന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ പകുതിയാണ്, പാർട്ട്ലി എന്നാണ്, നേർപകുതി എന്നാണ് പറയുന്നത്. ഇവിടെ പക്ഷെ എന്താണ്? മെജോറിറ്റിയാണ്. ഇതായിരുന്നു ഇന്ത്യക്കാർക്കും ആവശ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ബില്ല് കൊണ്ടുവന്നാലും ഈസി ആയിട്ട് അവിടെ പാസ്സാവും. അപ്പം മെജോറിറ്റി ഇൻഡയറക്ട്ലി എലക്റ്റഡ് ഫ്രം ദ പ്രൊവിൻസും ബാക്കിയുള്ളവർ നോമിനേറ്റഡ് ഫ്രം ദ പ്രിൻസിലി സ്റ്റേറ്റും. അത് മാത്രമാണ് എന്ത് ഈ ക്യാബിനറ്റ് മിഷനകത്ത് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇന്ററിം ഗവൺമെന്റ് ഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ററിം ഗവൺമെന്റ് വരുന്നുണ്ട് 2 സെപ്റ്റംബർ 1946. അതായത് എല്ലാ വകുപ്പുകളും ഇന്ത്യക്ക് കൈമാറി. അതിന്റെ അർത്ഥത്തിലാണ് നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റായിട്ട് ജവഹർലാൽ നെഹ്റു വരുന്നത്. പ്രസിഡന്റായിട്ട് ലോർഡ് വേവല് 2 സെപ്റ്റംബർ 1946 ഒരു ഇടക്കാല ഗവൺമെന്റ് ഫോം ആവുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഹെഡ്, ഇതിന്റെ ഉത്തരം എന്തായിരുന്നു? ലോർഡ് പെത്തിക് ലോറൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ ദ ആരായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത ആരായിരിക്കും? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുക എന്നാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുക എന്നാണ്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായി എന്തായിരിക്കും ഉത്തരം? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തു, അവരാണ് എന്ത് അത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഓൺ എന്നാണ് 26th നവംബർ 1949. 26th നവംബർ 1949 എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. എത്ര പേര് സൈൻ ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്? 284 പേര് സൈൻ ചെയ്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് നിലവിൽ വരുന്ന എന്നാണ് ഇത് അഡോപ്റ്റ് ചെയ്തത്, അത് അംഗീകരിച്ചത് 284 പേര് ഒപ്പിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് എന്ന് 26th നവംബർ 1949. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് 26th ജനുവരി 1950. ഓക്കെ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26th നവംബർ 1949. അംഗീകരിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26th നവംബർ 1949. എത്ര പേര് ഒപ്പിട്ടാണ്? 284 പേര് ഒപ്പിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26th ജനുവരി 1950. എന്താണ് ഈ ഡേറ്റിന്റെ ഒരു പ്രത്യേകത? 26th ജനുവരി എന്ന ഡേറ്റിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അറിയാമോ? 26th ജനുവരി ഡേറ്റിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞു. 1929 എന്ത് പാസ്സാക്കി? ലാഹോർ സെഷൻ നടന്നു അല്ലേ? ലാഹോർ സെഷൻ നടന്നു. ആരായിരുന്നു പ്രസിഡന്റ്? INCയുടെ ലാഹോർ സെഷനിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു INCയിലെ 1929 ലാഹോർ സെഷനിലെ പ്രസിഡന്റ്. അന്ന് അവർ ഏത് റെസൊല്യൂഷനാണ് പാസ്സാക്കിയേ? പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന റെസൊല്യൂഷൻ അവർ പാസ്സാക്കി. അതായത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വരാജ് അഥവാ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന റെസൊല്യൂഷൻ ആര് പാസ്സാക്കി? INC 1929 പാസ്സാക്കി. അതിനുശേഷം തൊട്ടടുത്ത വർഷം 1930 ജനുവരി 26 റിവർ രവി എന്ന് പറയുന്ന നദിക്കരെ വെച്ചിട്ട് ട്രൈ കളർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത് അവരെന്ത് സെലിബ്രേറ്റ് ചെയ്തു? പൂർണ്ണ സ്വരാജ് ഡേ സെലിബ്രേറ്റ് ചെയ്ത് ജനുവരി 26 ക്ലിയർ ആയല്ലോ? 1929 ലാഹോർ സെഷനിൽ INC റെസൊല്യൂഷൻ, പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത വർഷം 1930 ജനുവരി 26 അവരെന്ത് സെലിബ്രേറ്റ് ചെയ്തു? രവി റിവറിൽ നദിക്കര വെച്ചിട്ട്
അവർ സെലിബ്രേറ്റ് ചെയ്തു, പൂർണ്ണ സ്വരാജ് ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ജനുവരി 26 നമ്മൾ എന്തായിട്ട് എടുത്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരാൻ ആ ഡേറ്റ് സെലക്ട് ചെയ്ത്. അത് മാത്രമല്ല ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതും ജനുവരി 26 ആ ഡേറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം. അതാണ് 26 ജനുവരിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ ദ എ ഗവർണർ ജനറൽ, ബി ബ്രിട്ടീഷ് പാർലമെന്റ്, സി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഡി പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഒബ്വിയസ്ലി എന്തായിരിക്കും ആൻസർ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിരിക്കും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ അൺഡിവൈഡഡ് ഇന്ത്യ ഫസ്റ്റ് മെറ്റ് ഓൺ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ അൺഡിവൈഡഡ് ഇന്ത്യ വാസ് ഫസ്റ്റ് മെറ്റ് ഓൺ. നമുക്കറിയാം ഇന്ത്യ ഡിവൈഡ് ആവുന്നത് 1947 ഓക്കെ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഡിലീറ്റ് ആവാം അല്ലേ, ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാം എലിമിനേഷൻ വഴി. എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, നമുക്കറിയാം ഇന്ത്യ ഡിവൈഡ് ആവുന്നത് 1947. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ അൺഡിവൈഡഡ് ഇന്ത്യ വാസ് ഫസ്റ്റ് മെറ്റ് ഓൺ. അപ്പം എന്തായാലും 1947 മുൻപായിരിക്കും. അപ്പം തന്നെ നമുക്ക് എന്ത് ഡിലീറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡിയും ഡിലീറ്റ് ചെയ്യാം, ഓപ്ഷൻ സിയും ഡിലീറ്റ് ചെയ്യാം. ഇനി ബാക്കി 2 കൂടിയേ ഉള്ളൂ. ഓക്കെ. അപ്പം അത് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മൊത്തം സ്ട്രെങ്ത്, ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആണ്. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആണ്. ആ 389-ൽ 296 എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴി. നമ്മൾ പറഞ്ഞില്ലേ ഒരു മെജോറിറ്റിയുടെ കാര്യം, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഫ്രം പ്രൊവിൻസസ്. ബാക്കി 93 നോമിനേഷൻ വഴി കയറുന്നത് അല്ലേ, ബാക്കി 93 നോമിനേഷൻ വഴി കയറുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇലക്ഷൻ നടന്നാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടന്നാണ് 296 സീറ്റുകൾ ഫിൽ ആവുന്നത്. അപ്പം ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 389 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇലക്ഷൻ നടക്കുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് 1946 ഓഗസ്റ്റ് മാസമാണ്. ഇലക്ഷൻ നടക്കുന്നത് 1946 ഓഗസ്റ്റ് മാസമാണ് എന്ത് നടക്കുന്നത്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഇലക്ഷനിൽ കോൺഗ്രസ് ആണ് മെജോറിറ്റി സീറ്റ് നേടിയത്. 208 സീറ്റ് കോൺഗ്രസ് നേടി. കോൺഗ്രസ് മെജോറിറ്റി സീറ്റ് നേടി, 208 സീറ്റ് നേടി. മുസ്ലിം ലീഗ് 73 സീറ്റ് നേടി. ബാക്കിയുള്ളവർ 15 സീറ്റ്. അങ്ങനെ മൊത്തം 296. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇലക്ഷൻ വഴി ഇങ്ങനെ മൊത്തം 296 പേര് കയറി. ആ 296 പേരും ചേർന്നിട്ട് ഫസ്റ്റ് മീറ്റിംഗ്, ഇതല്ലേ ഇവിടെ ചോദിച്ചിരുന്നത്, ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് എന്നാണ്, ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 9th ഡിസംബർ 1946. ക്ലിയർ ആയല്ലോ. 9th ഡിസംബർ 1946 ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സഭ ചേർന്നത്. ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 9th ഡിസംബർ 1946. ഇനി എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ന്യൂഡൽഹി. ഓക്കെ. ക്ലിയർ ആയല്ലോ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോർ അൺഡിവൈഡഡ് ഇന്ത്യ വാസ് ഫസ്റ്റ് മെറ്റ് ഓൺ ഓപ്ഷൻ എ 6th ഡിസംബർ 1946, ഓപ്ഷൻ ബി 9th ഡിസംബർ 1946, ഓപ്ഷൻ സി 20th ഫെബ്രുവരി 1947, ഓപ്ഷൻ ഡി 3rd ജൂൺ 1947. നമ്മുടെ ഉത്തരം ഏതാ, ഇവിടെ ആണ് പറഞ്ഞില്ല 9th ഡിസംബർ 1946. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫസ്റ്റ് മീറ്റ് ചെയ്തത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9th ഡിസംബർ 1946. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When the Constituent Assembly for Dominion of India reassembled on 31st October 1947, its reduced membership was option A 299, option B 311, option C 319, option D 331. ഓക്കെ. അപ്പോൾ ഇത് പറയുന്നതിന് മുൻപ് നമുക്കറിയാം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കുന്ന അവസാനത്തെ ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസ്സാക്കിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായത്? കാരണം നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയൊക്കെ അതിന് മുമ്പ് രൂപീകരിച്ചു അല്ലേ. 9th ഡിസംബർ, നമ്മൾ കുറച്ച് മുമ്പ് ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, 9th ഡിസംബർ 1946 എന്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാവുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസ്സാക്കിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? ഒന്നാമത്തെ മാറ്റം നമ്മൾ പറയാം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസ്സായപ്പോൾ മേജർ ചേഞ്ച് എന്താണ്, ഇന്ത്യ ഡിവൈഡായി അല്ലേ. ഇന്ത്യ ഡിവൈഡായി, അത് ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള രീതിയിൽ ഡിവൈഡായി. അങ്ങനെ ഡിവിഷൻ നടന്നപ്പോൾ എന്താണ്, മെജോറിറ്റി മുസ്ലിം ലീഗ് മെമ്പേഴ്സ്, മുസ്ലിം സപ്പോർട്ടിംഗ് മെമ്പേഴ്സ് എല്ലാം എങ്ങോട്ട് പോയി, പാകിസ്ഥാനിലോട്ട് പോയി. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 389 ആയിരുന്നു. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആണ്. ഓക്കെ. ഈ 389 എന്താണ്, മുസ്ലിം മെജോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മെമ്പേഴ്സും മുസ്ലിം മെജോറിറ്റി സപ്പോർട്ടേഴ്സും എങ്ങോട്ട് പോയി, പാകിസ്ഥാനിലോട്ട് പോയപ്പോൾ ഈ ടോട്ടൽ സ്ട്രെങ്തിൽ ആ റിഡക്ഷൻ സംഭവിച്ചു.
ക്ലിയർ ആയോ? അത് ഈ 389 എന്നുള്ളത് എത്ര ആയിട്ട് കുറഞ്ഞു? 299 ആയിട്ട് കുറഞ്ഞു. ക്ലിയർ ആയോ? അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അംഗസംഖ്യ കുറഞ്ഞു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസ്സായപ്പോൾ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ നടന്നപ്പോൾ ഇങ്ങനൊരു മാറ്റം അവിടെ സംഭവിച്ചു, അംഗസംഖ്യ കുറഞ്ഞു. അതുപോലെ പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷനും അതുപോലെ കുറഞ്ഞു. എത്രയായി? 93 70 ആയിട്ട് മാറി. നമ്മൾ പറഞ്ഞു പ്രിൻസിലി സ്റ്റേറ്റ് നോമിനേഷൻ വഴി കയറുന്ന ആൾക്കാർ 93 പേരാണ്, 93 പേരാണ്. ആ 93 എത്ര ആയിട്ട് കുറഞ്ഞു? 70 ആയിട്ട് കുറഞ്ഞു. അതായത് മുസ്ലിം ലീഗ്, അതായത് പാർട്ടീഷൻ നടന്നപ്പോൾ, ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ നടന്നപ്പോൾ ടോട്ടൽ സ്ട്രെങ്തിൽ റിഡക്ഷൻ സംഭവിച്ചു. 389 നേരെ 299 ആയിട്ട് മാറി. അതുപോലെ 93 സീറ്റ്സിൽ നിന്ന് എത്ര ആയിട്ട് മാറി? 70 സീറ്റ്സ് ആയിട്ട് മാറി. ഇതാണ് ഒന്നാമത്തെ ചേഞ്ച്. ഇനി രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് എന്ത് അധികാരം കിട്ടി? സോവറിൻ അതോറിറ്റി ലഭിച്ചു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് സോവറിൻ അതോറിറ്റി അല്ലെങ്കിൽ പരമാധികാരം ലഭിച്ചു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക്. എന്താ പരമാധികാരം എന്ന് ഉദ്ദേശിക്കുന്നത്? പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നമുക്ക് വേണ്ടി പാസ്സാക്കിയിരിക്കുന്ന ആക്ട്, അത് അന്ന് വരെ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിരിക്കുന്ന ആക്ടുകൾ, നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങളിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ആ നിയമം എടുത്തു കളയാനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് കിട്ടി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് കിട്ടി. അതായത് അത്രയും നാൾ നമുക്ക് വേണ്ടി നിയമം ക്രിയേറ്റ് ചെയ്ത ആരാണ്? ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷ് പാർലമെൻ്റ് ആണ്. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് 1773 മുതൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വരെ എന്താണ് നമുക്ക് വേണ്ടി നിയമങ്ങൾ പാസ്സാക്കിയത്? ബ്രിട്ടീഷ് പാർലമെൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസ്സായപ്പോഴത്തേക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇന്ത്യയും സോവറിനായി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്തായി? സോവറിൻ അതോറിറ്റി ലഭിച്ചു അല്ലെങ്കിൽ പരമാധികാരം ലഭിച്ചു. അപ്പോൾ ആ പരമാധികാരം കിട്ടിയപ്പോൾ എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിൽ, ഇത്രയും നാൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ആ നിയമം എടുത്തു കളയാനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ലഭിച്ചു. ഓക്കെ, അതാണ് രണ്ടാമത്തെ ചേഞ്ച്. ഇനി മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് എന്തായാലും നിയമം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുക എന്നാണ്. പക്ഷേ ഈ ആക്ടിനകത്ത് ഒരു കാര്യം വരുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്തായിട്ടും കൂടി ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇറ്റ് വിൽ ഓൾസോ ആക്ട് ആസ് എ ലെജിസ്ലേറ്റീവ് ബോഡി. അതായത് ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും കൂടി ആക്ട് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട്. നമുക്കറിയാം ലെജിസ്ലേറ്റീവ് ബോഡി എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സ്ഥാപനമാണ്, അല്ലേ? നിയമം നിർമ്മിക്കുന്ന തൊഴിലാണ് ലെജിസ്ലേറ്റീവ് ബോഡി. ഒരു നിയമം നിർമ്മിക്കുന്നതാണ് എന്ത്? ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിയമം നിർമ്മിക്കാനുള്ള ആയിട്ടും കൂടി ആക്ട് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആക്ട് ചെയ്യും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമം നിർമ്മിക്കുമ്പോൾ ആരായിരിക്കും ചെയർപേഴ്സൺ? അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എപ്പോഴൊക്കെയാണോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട് മീറ്റിംഗ് ചേരുന്നത്, അപ്പോഴൊക്കെ ആരായിരിക്കും പ്രസിഡന്റ്? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്, അല്ലേ? അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട് മീറ്റിംഗ് ചേരുമ്പോഴാണ്. ഇനി ഇതേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് മീറ്റിംഗ് ചേരുവാണെങ്കിൽ ആരായിരിക്കും പ്രസിഡന്റ്? ജി.വി. മാവലങ്കർ. ക്ലിയർ ആയോ? ജി.വി. മാവലങ്കർ. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഇനി മുതൽ ഈ ആക്ട് പാസ്സായപ്പോൾ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസ്സായപ്പോൾ രണ്ട് ഫംഗ്ഷൻ കിട്ടി. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫംഗ്ഷനും, രണ്ട് ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും കൂടി അവർ രൂപീകൃതമായി. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ടും ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും ആര് രൂപീകൃതമായി? ആർക്ക് റോൾ കിട്ടി? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് റോൾ കിട്ടി. അപ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടിയപ്പം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യത്തിനായിട്ട് മീറ്റിംഗ് ചേരുമ്പോൾ ആരായിരിക്കും പ്രസിഡന്റ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് മീറ്റിംഗ് ചേരുമ്പോൾ ആരായിരിക്കും അത് പ്രിസൈഡ് ചെയ്യുന്നത്? ജി.വി. മാവലങ്കർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസ്സാക്കിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഉണ്ടായ മാറ്റങ്ങൾ. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ചേഞ്ച്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പാസ്സായപ്പോൾ എന്താ? പാർട്ടീഷൻ നടന്നു. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ നടന്നപ്പോൾ മുസ്ലിം ലീഗ് മെമ്പേഴ്സും മുസ്ലിം മെജോറിറ്റി സപ്പോർട്ടേഴ്സും എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലോട്ട് പോയി. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ടോട്ടൽ സ്ട്രെങ്ത്തിൽ എന്ത് റിഡക്ഷൻ സംഭവിച്ചു? അംഗസംഖ്യ കുറഞ്ഞു. അതാണ് നമ്മൾ 389 എത്രയായിട്ട് മാറി? നമുക്കറിയാം ടോട്ടൽ സ്ട്രെങ്ത് 389 ആണ്. ആ 389 299 ആയിട്ട് മാറി. അതുപോലെ 93 പ്രിൻസിലി സ്റ്റേറ്റ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ 70 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അത്രയും മാറിയതിന് ശേഷം രണ്ടാമത്തെ ചേഞ്ച് ലഭിച്ചു. എന്താണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് സോവറിൻ അതോറിറ്റി ലഭിച്ചു, അല്ലെങ്കിൽ പരമാധികാരം ലഭിച്ചു. ഓക്കെ, ഒരു പരമാധികാരം ലഭിച്ചു, ഒരു സോവറിൻ അതോറിറ്റി ലഭിച്ചു. അതിനുശേഷം എന്താണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്തായിട്ടും കൂടി ആക്ട് ചെയ്യും? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബോഡിക്ക് അപ്പുറമായിട്ട് ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും കൂടി ആക്ട് ചെയ്യും. നമുക്കറിയാം ലെജിസ്ലേറ്റീവ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം നിർമ്മിക്കുന്ന ബോഡി എന്നാണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പർപ്പസിന് വേണ്ടി മീറ്റിംഗ് ചേരുമ്പോൾ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കാര്യം നമുക്ക് അറിയാത്തതാണ്. ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് മീറ്റിംഗ് ചേരുമ്പോൾ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല, ജി.വി. മാവലങ്കർ ആണ് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയേ. വെൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോർ ദ ഡൊമിനിയൻ ഓഫ് ഇന്ത്യ റീഅസംബ്ലിഡ് ഓൺ 31st October 1947 ഇറ്റ്സ് റെഡ്യൂസ്ഡ് മെമ്പർഷിപ്പ്.
എത്ര മെമ്പർഷിപ്പ് എത്രയായിട്ട് കുറഞ്ഞു എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. എന്താ 389 എത്രയായിട്ട് കുറഞ്ഞു? 299 ആയിട്ട് കുറഞ്ഞു. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ഓക്കെ ആണോ? ഇറ്റ്സ് റെഡ്യൂസ് മെമ്പർഷിപ്പ് വാസ് ഫ്രം 389 ടു 299. ഓക്കെ ആണല്ലോ? അടുത്തലോട്ട് പോകാം. Who among the following was the constitutional advisor to the Constituent Assembly of India? നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിയമപരമായ എല്ലാ രീതിയിലുള്ള സംശയങ്ങൾ വരാം. ആ സംശയങ്ങളൊക്കെ ചോദിക്കാൻ ഒരു ലോ എക്സ്പേർട്ട് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ലീഗൽ അഡ്വൈസർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡോക്ടർ ബി എൻ റാവു, ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി കെ എം മുൻഷി, ഓപ്ഷൻ ഡി എം സി സെത്തൽവേർഡ്. അപ്പം ഇതിനകത്ത് ആരാണ് ലീഗൽ അഡ്വൈസർ? അപ്പം ലീഗൽ അഡ്വൈസർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് ആരാണ്? ബി എൻ റാവു ആണ്. ബി എൻ റാവു ആണ് ലീഗൽ അഡ്വൈസർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഇനി ബി എൻ റാവു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മാത്രം ലീഗൽ അഡ്വൈസർ ആയിരുന്നില്ല. ബി എൻ റാവു മ്യാൻമാർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെയും കൂടി ലീഗൽ അഡ്വൈസർ കൂടിയായിരുന്നു. 2 റോൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മാത്രമെന്നല്ല, വേറൊരു രാജ്യത്തിനും കൂടി ലീഗൽ അഡ്വൈസർ ആയിരുന്നു ആര്? ബി എൻ റാവു എന്ന് പറയുന്നത്. അത് മ്യാൻമാർ രാജ്യത്തിന്റെ ലീഗൽ അഡ്വൈസർ കൂടിയായിരുന്നു. ക്ലിയർ ആയല്ലോ? ഹു among the following was a constitutional advisor to the Constituent Assembly of India? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ ബി എൻ റാവു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The Constituent Assembly which framed the Constitution for Independent India was set up in ഓപ്ഷൻ എ 1945, ഓപ്ഷൻ ബി 1946, ഓപ്ഷൻ സി 1947, ഓപ്ഷൻ ഡി 1949. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഏതായിരിക്കും ആൻസർ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഓപ്ഷൻ ബി 1947. അതായത് പറഞ്ഞില്ല, നമ്മൾ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എന്നാണ്? ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 9th December 1946. 9th December 1946 ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലായതോടെ ചെറിയ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ താങ്ക് യു.